പറഞ്ഞു നിന്റെ വിഷമം കൊണ്ട് നീ ഇങ്ങനെ വന്ന് നിൽക്കുന്നു. ഹരി കാണിച്ച തെറ്റാണ്. പക്ഷെ അവര് തമ്മിൽ ഇഷ്ടപ്പെട്ടത് അത്ര വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ എന്നെ നോക്കി പേടിപ്പിക്കാതെ ഇങ്ങനെ മാറിയിരുന്നാ മതിയോ? എന്തെങ്കിലും ഒരു പോംവഴി കാണണ്ടേ? എന്ത് പോംവഴി? നീ ഇതങ്ങ് സമ്മതിക്കും. നിന്നെ ഞാൻ കുറ്റം പറയല്ല. നിന്റെ വീട്ടിൽ നിർത്തി നിനക്കവരെ പോറ്റാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ നീ പറയുന്നതിലൊക്കെ കാര്യമുണ്ട്. വരുമാനമില്ലാത്തോണ്ട് വാടക മുറിയുന്ന സംബന്ധം ആലോചിക്കണോ ഞാൻ എന്റെ പെങ്ങൾക്ക്? വെറും വാടക മുറി ബന്ധമാണോ നമ്മൾ തമ്മിലുള്ളത്? വാടകയാണോ നമ്മൾ ഷെയർ ചെയ്യുന്നത്? മനസ്സല്ലടാ വിഷ്ണു. കേൾക്കാൻ കൊള്ളാൻ വാചകം. എന്റെ പെങ്ങളാ, നഷ്ടം നിനക്കൊന്നുമല്ലല്ലോ. മനസ്സ് പങ്കുവെക്കുന്നവരാണെങ്കിൽ എന്നോട് മറച്ചു വെക്കോ ഈ ബന്ധം? അളിയാ, നീ വക്കാലത്ത് പിടിക്കാൻ നോക്കണ്ട. ഞാൻ സമ്മതിച്ചുകൊണ്ട് നടക്കല. മാറ്റി താമസിപ്പിക്കാൻ പോവാ ഞാൻ എന്റെ അമ്മയും പെങ്ങളെ. പോറ്റാൻ കഴിയുമെന്ന് നോക്കട്ടെ. ഞാൻ പറയുന്നൊന്ന് കേക്കളയാ പ്ലീസ്. ഇവിടെ ഇപ്പൊ ഞങ്ങൾ എങ്ങോട്ടും വരുന്നില്ല. എടുത്തു ചാടരുത് വിഷ്ണു. പെട്ടെന്ന് ഇങ്ങനെ തീരുമാനിച്ചാലോ? ഇതിനേക്കാൾ പെട്ടെന്നല്ലേ ഇതിലും വലിയ തീരുമാനം അമ്മ എടുത്തത്? തീരുമാനം ഒന്നും എടുത്തില്ല. അമ്മ പറഞ്ഞെന്നല്ലേ ഉള്ളൂ. ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. നല്ല കാര്യമായിരുന്നേ. ഇവൻ എന്നോട് ആദ്യ കാര്യം വന്ന് പറഞ്ഞ് ഇവന്റെ വീട്ടുകാരൻ ഞാൻ പോയി കണ്ട് സംസാരിച്ച് അതിന്റേതായ അന്തസ്സിൽ ഇത് നടന്നിരുന്നെങ്കിൽ. ഞാൻ നിന്നെ വിളിച്ചല്ല വിഷ്ണു. അമ്മയ്ക്ക് എഴുതിയിട്ടുണ്ട്. മറുപടി കിട്ടിയിട്ട് നിന്നോട് സംസാരിക്കാന്ന് വെച്ചു. മറുപടി കിട്ടുന്നതുവരെ മാന്യമായിട്ട് പെരുമാറാൻ നിന്നെ കൊണ്ട് കഴിഞ്ഞോടാ? മതി, ആരും കൂടുതൽ സംസാരിക്കണ്ട. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. അനുവാദം ചോദിക്കേണ്ടവരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഹരിയാട്ടം വിളിച്ച ഞാൻ കൂടെ ഇറങ്ങി പോവും. ഒട്ടുപോകരുതവളെ. രക്ഷിക്കാൻ കഴിവില്ലാത്തവൻ ശിക്ഷിക്കാൻ വരണ്ട. വാ മോളെ. അവന്റെ വേദന എനിക്കറിയാം. എല്ലാരും അവന്റെ ഇല്ലായ്മ മുതലെടുത്ത് രാമ ചേച്ചി നീ ചെയ്തതും തെറ്റാണ്. ഹലോ, സമാധാനമായി കഴിയുക. ഞങ്ങളിവിടെ ആകെ പ്രശ്നമുള്ള വീട് ഇതേ ഉള്ളൂ. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കയറി ഇറങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. എന്താ വിഷ്ണുട്ടാ? ഞാനിവിടെ വരുന്നത് ഇവർക്ക് ഇഷ്ടമല്ല എന്ന് പറയായിരുന്നു. അപ്പം മരിച്ചെന്ന് കരുതി അപ്പുറത്തെ ആളില്ലെന്ന് ധരിക്കരുത് കേട്ടാ. എന്റെ അപ്പന്റെ ശരീരം ഇവിടെ ഇട്ട് ചുട്ടു കരിക്കുമെന്ന് പറഞ്ഞപ്പോ അപ്പുറത്തെ ആൾക്കാർ ആരും കണ്ടില്ലല്ലോ. ഇവിടുത്തെ പൂട്ടും താക്കോലും അപ്പുറത്ത് ഏൽപ്പിച്ചിട്ടല്ല അപ്പം പോയത്. കൂട്ടും താക്കോലില്ലാത്ത വീടാണെന്ന് എല്ലാവർക്കും അറിയാം. അതാ വരുത്തനെ തടഞ്ഞത്. തോന്നിയാസായിട്ട് അഴിഞ്ഞാടാനാണ് ഭാവമെങ്കിൽ നിന്റെ വീട്ടിലിരിക്കുന്ന അച്ഛന്മാരോട് പോയി പറഞ്ഞാൽ മതി. ഈ വീട് അനാഥമായിട്ടൊന്നുമില്ല. അടിച്ചിട്ട് പല്ലിയം എന്താ അല്ല ചന്ദ്രമോൻ, ഇവനൊക്കെ എന്താ വിചാരിച്ചിരിക്കുന്നത്? പൊന്ന് റോസ്കൽസ്. ആ അത് പോട്ടെ ചേട്ടൻ വാ വാ. പെട്ടെന്നുള്ള എടുത്തുചാട്ടം പ്രശ്നങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കൂ. നമ്മൾ എന്തുകൊണ്ട് ചെയ്തു, എന്തുകൊണ്ട് ചെയ്യുന്നു എന്നൊന്നും മനസ്സിലാക്കാൻ ആരും മെനക്കെടത്തില്ല. എന്തിനും കുറ്റം കാണാനേ നാട്ടുകാർ നിൽക്കൂ. ആ അതൊക്കെ പോട്ടെ. ചേട്ടൻ എന്താ ആ വീടുമായിട്ടുള്ള ബന്ധം? സഹതാപമാണോ അതോ വേറെ വല്ല ലൈനുമാണോ? എനിക്ക് അവിടെ പോകാതിരിക്കാൻ കഴിയുന്നില്ല. നാഥനില്ലാത്ത വീട്ടിലെ പെണ്ണിനെ കാണാൻ ചെല്ലുന്നത് നാറ്റക്കേസാ. നാഥനില്ലാത്ത വീട്ടിലെ പെണ്ണിനെ കാണാൻ പോകുന്നത് അനിയൻ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല. എന്റെ ചേട്ടാ, എനിക്കിതൊക്കെ മനസ്സിലാവും. തനിക്കിത് മനസ്സിലാവില്ല. ഈ ലോകത്ത് ആർക്കും മനസ്സിലാവില്ല. അതൊരു പുതിയ കുട്ടൻസ് ആണല്ലോ, മനസ്സിലാക്കേണ്ടതാണ്. ചന്ദ്രമോഹൻ അറിയോ, ഞാൻ ആ വീട്ടിൽ പോകുന്നത് കുറ്റബോധം കൊണ്ടാ. കുറ്റബോധമോ? ഇനി വേണ്ടല്ലോ. ആ അമ്മയുടെ കത്ത് വന്നു. അമ്മയ്ക്ക് സമ്മതമാണ്. പാർവതിയെ അമ്മയും കൂട്ടി നാട്ടിലേക്ക് വരാനാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ ലീവ് എടുത്തു. ട്രാൻസ്ഫറിന് എഴുതി കൊടുത്തിട്ടുണ്ട്. മോളെ, കുറച്ച് സമയം കൂടെ ചേട്ടൻ തന്നൂടെ? എന്നെ ഇത്രത്തോളം തളർത്തുന്ന അമ്മേ. വാ മോളെ, പോകാം. കഴിഞ്ഞതെല്ലാം മറക്കണം. എനിക്ക് ആകെയുള്ളൊരു അത്താണിയാണ് വിഷ്ണുവേട്ടൻ. വിഷ്ണുവേട്ടൻ വിഷമിക്കരുത്. എല്ലാരും എന്നിൽ നിന്ന് അകലുകയാണ്. എനിക്കിനി ആരുമില്ല സൂസനെ. അത്ര
അത്രത്തോളം അകലെയാണോ ഞാൻ? എന്റെ മനസ്സിൽ കത്തി നിൽക്കുന്ന മെഴുകുതിരിയാണ് സൂസന്ന. വിഷ്ണുവേട്ടാ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമുക്ക് ഒരുമിച്ച് ജീവിച്ചൂടെ? ഇതാദ്യം അങ്ങോട്ട് ചോദിക്കണമെന്ന് ആശയവനാണ് ഞാൻ. അർഹതയില്ല എന്നിപ്പോ മനസ്സ് പറയുന്നു. എന്തുകൊണ്ട്? എന്നെ പൂർണ്ണമായിട്ടും സൂസനയ്ക്ക് അറിയാമോ? അറിയാം. ഇപ്പോ ഈ സ്നേഹം മാത്രം ഓർത്തുറങ്ങുന്നതാ എന്റെ വീടും മനസ്സും. ഇനിയും സൂസനയോട് ഒന്നും വിളിക്കാൻ എനിക്ക് കഴിയില്ല. തന്നോടെങ്കിലും പറഞ്ഞാലേ മനസ്സിന് സമാധാനം കിട്ടും. പാവയേറ്റ് പറയുകയാണ്, ശപിക്കരുത്. രാധയെ കൊന്നത് ഞാനാണ്. ഞാനാണ് അവനെ കൊന്നത്. സമാധാനമായി സൂസനെ. സത്യം ഒളിച്ചു വെക്കാനുള്ള കെട്ടുറപ്പ് എന്റെ മനസ്സിനില്ല. സമാധാനം. ഞാനെല്ലാം പോലീസിനോട് തുറന്നു പറയാൻ പോവാ. അരുത് വിഷ്ണുവേട്ടാ, ഇത് മറ്റാരോടും പറയരുത്. ഞാൻ ചെയ്യേണ്ടതാണ് വിഷ്ണുവേട്ടൻ ചെയ്തത്. എനിക്കെന്നും നഷ്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോയി വിഷ്ണുവേട്ടന്. എന്നെ വിട്ട് എങ്ങും പോരുത് വിഷ്ണുവേട്ടാ. എന്നെ ഒറ്റയ്ക്കാക്കരുത്. നിന്റെ അനുവാദമില്ലാതെ അമ്മയും പെങ്ങളും ഹരിയുടെ കൂടെ ഇറങ്ങിപ്പോയി കല്യാണം നടത്തേണ്ട വാശിയാണോ ഈ തീരുമാനം? അതോ സൂസന്നയോട് പെട്ടെന്ന് തോന്നിയ സഹതാപമോ? അമ്മ അറിയിക്കണ്ടേ? വേണ്ട, അച്ഛനോട് മനസ്സിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അത് മതി. ഒരാൺതുണ സൂസന്നയ്ക്കുണ്ടാകുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അത് നീ ആകുമ്പോൾ കൂടുതൽ സന്തോഷവും സമാധാനവും. എല്ലാം ഏർപ്പാടാക്കിയോ? ഉവ്വ്, രാവിലെ 10 മണിക്ക് ചെല്ലാനാ രജിസ്ട്രാർ പറഞ്ഞിരിക്കുന്നത്. 9 മണിക്ക് കാറും വരാൻ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഒരു തീരുമാനമെടുത്തു. ഇനി ധൈര്യമായ ജീവിതം തുടങ്ങും. ഞങ്ങളെല്ലാവരും ഇല്ലേ നിന്റെ കൂടെ? സോറി മിസ്റ്റർ വിഷ്ണു, ഐ ആം ചന്ദ്രമോഹൻ, SP ക്രൈം ബ്രാഞ്ച്. ഞാൻ നിങ്ങളെ അറസ്റ്റ് ചെയ്യുകയാണ്. കാര്യം ഇവിടെ വെച്ച് പറയണ്ടല്ലോ. എന്താ സർക്കാർ കാര്യം വിഷ്ണുവിനറിയാം. ഇവിടെ വെച്ച് ഇങ്ങനെ വേണ്ടി വന്നു. ഒന്നും തോന്നരുത്. താലി കെട്ടുന്നതിന് മുമ്പാകുമ്പോ നിങ്ങൾക്കും പ്രശ്നങ്ങൾ കുറഞ്ഞിരിക്കുമല്ലോ.